ടെസ്ല സൈബർ ട്രക്കുകൾക്ക് യുകെയിൽ വിലക്ക്. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ വൈറ്റ്ഫീൽഡിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ടെസ്ല സൈബർ ട്രക്ക് തടഞ്ഞ് പിടികൂടിയത് അത് മറ്റു റോഡ് ഉപഭോക്താക്കൾക്ക് ഭീഷണിയാകുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. 77,000 പൗണ്ട് വില വരുന്ന ഈ ട്രക്ക് റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നതിന്റെ പേരിലാണ് പോലീസ് നിരോധിച്ചിരിക്കുന്നത്. എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി 2023 ഇത് അമേരിക്കയിൽ ആദ്യമായി ഇറക്കിയത്. എന്നാൽ ഇത് ബ്രിട്ടനിൽ നിരോധിച്ചിരിക്കുകയാണ്. നിയമപരമായിട്ട് ഇത് ബ്രിട്ടനിൽ ആർക്കും വാങ്ങാൻ കഴിയില്ല. ബ്രിട്ടനിലെ റോഡുകളുടെ 3100 കിലോഗ്രാം ഭാരമുള്ള ഈ ട്രക്കുകൾ അധികമായതോടെയാണ് ഇപ്പോൾ കർശന നടപടിയുമായി പോലീസ് രംഗത്തെത്തിയത്. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്താണ് ഇപ്പോൾ ഇത് ബ്രിട്ടനിൽ ഉപയോഗിക്കുന്നത്. മണിക്കൂറിൽ 130 മൈൽ വേഗതയിൽ വരെ പോകാൻ കഴിയുന്ന ഇവയ്ക്ക് വെറും 2.6 സെക്കൻഡിൽ 0 നിന്നും 60 മൈൽ വേഗത്തിൽ എത്താനും കഴിയും. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ട്രക്ക് പിടിച്ചെടുത്ത വിവരം പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഡ്രൈവർ യുകെയിലെ സ്ഥിര താമസക്കാരനാണെങ്കിലും വാഹനം വിദേശത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഇൻഷുർ ചെയ്തിരിക്കുന്നതുമെന്നും പോലീസ് പറഞ്ഞു. ഇത് യുകെയിൽ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. റോഡ് ട്രാഫിക് നിയമം S-165 അനുസരിച്ചാണ് വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത്. വാഹനം വിട്ടുകിട്ടാൻ ഉടമയ്ക്ക് ഉടമസ്ഥാവകാശം സ്ഥാപിക്കുകയും ശരിയായ ഇൻഷുറൻസ് ഉറപ്പാക്കുകയും വേണം. 14 ദിവസങ്ങൾക്കകം ഇത് ഹാജരാക്കിയില്ല എങ്കിൽ വാഹനം പൊളിച്ചു വിൽക്കാനാണ് സാധ്യതയെന്നാണ് പോലീസിന്റെ വെബ്സൈറ്റിൽ പറയുന്നത്. ബ്രിട്ടനിൽ റോഡുകളിൽ യാത്ര ചെയ്യാൻ അനുവാദം ലഭിക്കണമെങ്കിൽ വാഹനങ്ങൾക്ക് ചുവന്ന ബ്രേക്ക് ലൈറ്റും മഞ്ഞ ഇൻഡിക്കേറ്ററുകളും ആവശ്യമാണ്. എന്നാൽ സൈബർ ട്രക്കിൽ ഇത് രണ്ടും ചുമന്ന നിറത്തിലുള്ളതാണ്. ഇത് നിരോധിക്കാൻ മറ്റൊരു കാര്യം ഇതിന്റെ അമിത ഭാരമാണ്. അത് ബ്രിട്ടീഷ് റോഡുകൾക്ക് അനുയോജ്യമല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.